2025 ഡിസംബറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രവി രഞ്ജൻ. വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ്. റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികളെത്തിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ലോകത്തെ ആദ്യ സ്വയംഭരണ കപ്പൽശാല സ്ഥാപിതമാകുന്നത് ആന്ധ്രാപ്രദേശ്. ട്രാവൽ പ്ലസ് ലെയ്ഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം. ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ എന്ന പരമോന്നത ബഹുമതി ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വീൽചെയറിൽ കഴിയുന്ന വ്യക്തി ആരാണ്? മിക്കല ബെൻഡ്ഹോസ്. തുണിയും റബ്ബര് പാലും ചേർത്ത് റബ്ബ് ഹാബ് എന്ന വസ്തു കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. 2025 ഡിസംബറിൽ ലോക ചെസ് സംഘടനയുടെ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയ മലയാളി ആരാണ്? ഗൗരി ശങ്കര്. സംവിധായകനും തിരക്കഥാകൃത്തുമായ സച്ചിയുടെ സ്മരണാർത്ഥം മികച്ച മലയാള കവിതാ സമാഹാരത്തിന് നൽകുന്ന 4ാമത് സച്ചി പുരസ്കാരം ലഭിച്ച കൃതിയേതാണ്? ഇണക്കമുള്ളവരുടെ ആദി. പി. വിഷ്ണുപ്രിയ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. കേരള സംസ്ഥാന പാരാ ഗെയിംസ് അത്ലറ്റിക്സ് വിഭാഗത്തിലെ ചാമ്പ്യന്മാരായ ജില്ലയേത്? തൃശൂര്. പൊതുതാൽപര്യ ഹർജികൾ നൽകുന്നതിലൂടെ ശ്രദ്ധേയനായ ഒരു അഭിഭാഷകന് 2025 ഡിസംബർ 21 അന്തരിച്ചു. ആരാണ്? എം. എൽ. ശർമ്മ. നിലവിലെ സംസ്ഥാനത്തെ മറ്റ് സാമൂഹികക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് മാസം 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? സ്ത്രീ സുരക്ഷ പദ്ധതി. യാത്രക്കിടെ ശുചിമുറികൾ കണ്ടെത്താന് ശുചിത്വ മിഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പേത്? ക്ലൂ. $700 ബില്യൺ ആസ്തിയെന്ന നേട്ടം കൈവരിച്ച വ്യക്തി ആരാണ്? എലോൺ മസ്ക്. കേന്ദ്ര സർക്കാർ 1992 ലെ സെബി നിയമം, 1996 ലെ ഡെപ്പോസിറ്ററീസ് നിയമം, 1956 ലെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷന് നിയമം എന്നിവ ലയിപ്പിച്ച് തയ്യാറാക്കുന്ന പുതിയ നിയമത്തിന്റെ പേരെന്ത്? സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് കോഡ്.